ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള മാർവൽ ഓഫ് ദി മാഗ്നറ്റിക് റിയലിം എന്നുള്ള ചാപ്റ്ററാണ്. ഇവിടെ ആദ്യം തന്നെ നിങ്ങളോട് ചോദിക്കുന്നത് ഒബ്സർവ് ദി ഇമേജ്. ഈ ഒരു ഇമേജ് ഒബ്സർവ് ചെയ്യാൻ പറയാണ്. ആർ ഇൻ ദീസ് ഇമേജ് ഫെമിലിയർ ടു യു? നിങ്ങൾക്ക് ഈ ഇമേജസ് ഫെമിലിയർ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. റൈറ്റ് ഡൗൺ വാട്ട് ദേ ആർ. എന്തൊക്കെയാണ് അതെന്ന് നിങ്ങളോട് എഴുതാനാണ് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്? ഈ ഒരു ഇമേജിൽ എന്തൊക്കെയുണ്ട്? പെൻസിൽ ബോക്സ് ഉണ്ട്, ഒരു പൗച്ച് അല്ലെങ്കിൽ പേഴ്സ് ഉണ്ട്, മൊബൈൽ ഫോൺ ഫ്ലിപ്പ് കവർ ഉണ്ട്. ഇതൊക്കെയാണ് ഇമേജിലുള്ളത്. ഇനി ചോദിക്കുകയാണ്, വെൻ ദീസ് തിങ്സ് ആർ ക്ലോസ്ഡ് വൈ ഡു ദേ സ്റ്റിക്ക് ടുഗദർ സോ ഈസിലി? ഈ തിങ്സ് നമ്മൾ അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അത് വേഗം ഒട്ടിപ്പിടിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. കാരണം എന്താണ്? ദേ കണ്ടെയ്ൻ ഹിഡൻ മാഗ്നറ്റ്സ് ദാറ്റ് പുൾ ദി ക്ലോസിംഗ് ഫ്ലാപ്പ് ടുഗദർ. അതായത് ഇതിലൊക്കെ എന്തുണ്ട്? മാഗ്നറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് അത് ഒട്ടിപ്പിടിക്കുന്നത് എന്നാണ് പറയുന്നത്. ഹാവിൻ യു നോട്ടീസ്ഡ് ദിസ്? നിങ്ങളിത് നോട്ടീസ് ചെയ്തിട്ടില്ലേ? യെസ്, നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. സ്നാപ്പ് ഷട്ട് ടൈറ്റ്ലി വിത്തൗട്ട് എനി സിപ്പേഴ്സ് ഓർ ബട്ടൺസ്. അതെന്ത് ചെയ്യുന്നുണ്ട്? പെട്ടെന്ന് തന്നെ സിപ്പോ അതുപോലെ ബട്ടൺസോ സിപ്പേഴ്സോ ഒന്നും ഇല്ലാതെ തന്നെ അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ടൈറ്റായിട്ട് അത് അടയുന്നുണ്ട്. ഇപ്പം നിങ്ങളൊരു മൊബൈൽ പൗച്ച് എടുക്കുക. മൊബൈൽ പൗച്ചിൽ എന്തുണ്ടാവും? മൊബൈൽ പൗച്ച് നിങ്ങൾ തുറന്നടക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾ സിപ്പ് ഇടുക അല്ലെങ്കിൽ ബട്ടൺസ് ഇടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. അതെന്ത് ചെയ്യും? താനേ തുറന്നു കഴിഞ്ഞാൽ അത് താനേ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ താനേ അടയും. ഇതിന് കാരണം എന്താണ്? അതിൽ മാഗ്നറ്റ് പ്രസൻ്റ് ആണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ മാഗ്നറ്റിനെ കുറിച്ചിട്ടും മാഗ്നറ്റിൻ്റെ പോൾസിനെ കുറിച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അടുത്തത്, വാട്ട് കുഡ് ബി ദി റീസൺ ഫോർ ദിസ്? എന്താണ് ഇതിന് കാരണം? കാരണം എന്താണ്? മാഗ്നറ്റിക് അട്രാക്ഷൻ ബിറ്റ്വീൻ എ മാഗ്നറ്റ് ആൻഡ് എ മാഗ്നറ്റിക് മെറ്റൽ ലൈക്ക് സ്റ്റീൽ. കാരണം എന്താണ്? ഈ നമ്മളൊരു മൊബൈൽ കവർ അല്ലെങ്കിൽ ഇവിടെ കണ്ടിട്ടുള്ള ഈ ഒരു ബോക്സ് ഇല്ലേ, അത് നമ്മൾ തുറന്ന് കഴിഞ്ഞിട്ട് മെല്ലൊന്ന് വിട്ട് കഴിഞ്ഞാൽ അത് താനേ അടയും. കാരണം എന്താണ്? അവിടെയുള്ള മാഗ്നറ്റ് അതിലുള്ള സ്റ്റീലിലേക്ക് അട്രാക്റ്റ് ആവുകയാണ്. അതായത് ആ സ്റ്റീലിനെ മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അത് താനേ അടഞ്ഞു പോകുന്നത്. അടുത്തത്, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് യു ബ്രിങ് എ പിൻ നിയർ ദി ക്ലോസിങ് പാർട്ട് ഓഫ് ദീസ് ഒബ്ജക്റ്റ്? അപ്പം ഈ ഒബ്ജക്റ്റ് ക്ലോസ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് നിങ്ങളൊരു പിന്ന് കൊണ്ടുവന്നു, നിങ്ങളൊരു സേഫ്റ്റി പിന്ന് അതിൻ്റെ അടുത്തേക്ക് ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ദി പിൻ വിൽ സ്റ്റിക്ക് ടു ദി ക്ലോസിങ് പാർട്ട് ബിക്കോസ് ഓഫ് ദിസ് ഹിഡൻ മാഗ്നറ്റ്. അപ്പം ഈ ഒരു ഹിഡൻ മാഗ്നറ്റ്, ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു മാഗ്നറ്റ് കാരണം ആ പിൻ എന്ത് ചെയ്യും? അതിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകും. അടുത്തത്, ക്യാൻ യു ഗസ് വൈ ദേ സ്റ്റിക്ക് ടുഗദർ സോ ഈസിലി? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ എന്തുകൊണ്ടാണ് ഇത് ഈസി ആയിട്ട് സ്റ്റിക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? കാരണം എന്താണ്? ദി ബിൽഡിംഗ് മാഗ്നറ്റ് സ്ട്രോങ്ലി പുൾ ദി ഓപ്പോസിറ്റ് മെറ്റൽ പീസ് ടു കീപ്പ് ഇറ്റ് ലോക്ക്ഡ്. അപ്പം ഇതെന്താ ചെയ്യുന്നത്? മാഗ്നറ്റ്, അതായത് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാഗ്നറ്റ് അതെന്ത് ചെയ്യും? അതിൻ്റെ ഓപ്പോസിറ്റായി നിൽക്കുന്ന ആ ഒരു മെറ്റലിനെ അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വലിക്കുന്നതുകൊണ്ടാണ് അത് വേഗം ലോക്കായി പോകുന്നത്, അല്ലെങ്കിൽ അത് വേഗം സ്റ്റിക്കായി പോകുന്നത്. അടുത്തത്, ദർ മേ ബി മാഗ്നറ്റ് ഇൻ യുവർ ഹൗസ് ടു. നിങ്ങളുടെ വീട്ടിലും എന്തുണ്ടാവും? മാഗ്നറ്റ് ഉണ്ടാവും. യു ഹാവ് മാഗ്നറ്റ് ഇൻ യുവർ സയൻസ് കിറ്റ്. ഡു യു ഹാവ് മാഗ്നറ്റ് ഇൻ യുവർ സയൻസ് കിറ്റ്? നിങ്ങളുടെ സയൻസ് കിറ്റിൽ മാഗ്നറ്റ് ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. വേർ ഡിഡ് യു കളക്ട് ദം ഫ്രം? എവിടെ നിന്നാണ് നിങ്ങളത് കളക്ട് ചെയ്തത് എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇവിടെ ഒരു കുട്ടി പറയാണ്, ഐ കളക്റ്റഡ് ദി മാഗ്നറ്റ് ഫ്രം എ ഡാമേജ്ഡ് ലൗഡ് സ്പീക്കർ. ആ കുട്ടി എവിടെ നിന്നാണ് അത് കളക്ട് ചെയ്തത്? ഡാമേജ് ആയിട്ടുള്ള ഒരു ലൗഡ് സ്പീക്കറിൻ്റെ ഉള്ളിൽ നിന്നാണത് കളക്ട് ചെയ്തത്. അപ്പം നിങ്ങൾക്കത് എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാം? ടോയ്സിൻ്റെ ഉള്ളിൽ നിന്നും അതുപോലെ തന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള റെഫ്രിജറേറ്ററിൻ്റെ ഉള്ളിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് കളക്ട് ചെയ്യാം. അടുത്തത്, ടേക്ക് എ മാഗ്നറ്റ് ഫ്രം ദി സയൻസ് കിറ്റ്. നിങ്ങളുടെ സയൻസ് കിറ്റിൽ നിന്ന് ഒരു മാഗ്നറ്റ് പുറത്തേക്ക് എടുക്കുക. അറ്റാച്ച് എ സ്റ്റീൽ ജം ക്ലിപ്പ് ടു ഇറ്റ്. എന്നിട്ട് അതിൻ്റെ മേലെ എന്ത് ചെയ്യുക? ഒരു സ്റ്റീൽ ജം ക്ലിപ്പ് അറ്റാച്ച് ചെയ്യുക. ഡസ് ദി ക്ലിപ്പ് ഫാൾ ഇഫ് യു റിലീസ് യുവർ ഹാൻഡ്? നിങ്ങളുടെ ഹാൻഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലിപ്പ് വീണു പോവുമോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല. കാരണം എന്താണ്? ഇറ്റ് സ്റ്റിക്ക് ടു ദി മാഗ്നറ്റ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിൻ്റെ ഫോഴ്സ് കാരണം അത് മാഗ്നറ്റുമായിട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ മാഗ്നറ്റ് ഉള്ളത് കാരണം നമ്മൾ കൈയെടുത്താലും അത് താഴേക്ക് വീണ് പോവില്ല.
ആഡ് അനദർ ക്ലിപ്പ് ടു ഇറ്റ്. എന്നിട്ട് അതെന്ത് ചെയ്യുക, ആ ക്ലിപ്പിൻ്റെ നമ്മളൊരു സൂചി വെച്ചു, നമ്മളൊരു പിന്ന് വെച്ചു, അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് വെച്ചു, ആ ക്ലിപ്പിൻ്റെ താഴെ വേറൊരു ക്ലിപ്പ് ആഡ് ചെയ്യാനാണ് പറയുന്നത്. ലെറ്റ് സീ ഹൗ മെനി ക്ലിപ്സ് ക്യാൻ ബി ഹഗ് അപ്പ് ലൈക്ക് ദിസ്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര ക്ലിപ്പിന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഒരു ചെയിന് പോലെ ആ മാഗ്നറ്റിൽ ഒട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റും എന്നുള്ളത്. അതായത് നിങ്ങൾ ഈ ഫിഗറിൽ കണ്ടില്ലേ, അതുപോലെ ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ പറ്റുന്ന എത്ര ക്ലിപ്പിന് പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം എന്നാണ് പറയുന്നത്. അടുത്തത്, ഷോൾ വി ഹാവ് എ കോമ്പറ്റീഷൻ. നമുക്കൊരു കോമ്പറ്റീഷൻ വെച്ചാലോ? ടേക്ക് ദി ഫോളോയിങ് മെറ്റീരിയൽ ഫ്രം യുവർ സയൻസ് കിറ്റ്. നിങ്ങളുടെ സയൻസ് കിറ്റിൽ നിന്ന് ഈ താഴെ പറയുന്ന മെറ്റീരിയൽസ് ഒക്കെ എടുക്കാനാണ് പറയുന്നത്. ആദ്യം എന്ത് വേണം? മാഗ്നറ്റ് വേണം, പിന്നെ ഒരു ജം ക്ലിപ്സ് വേണം, പിന്നെ പിന്ന് വേണം, നെയിൽ വേണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് പറയാണ്, ഫസ്റ്റ് ടേക്ക് ദി ജം ക്ലിപ്പ് ആൻഡ് ദി മാഗ്നറ്റ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ജം ക്ലിപ്പും മാഗ്നറ്റും പുറത്തേക്ക് എടുക്കുക. ദെൻ അറേഞ്ച് ദം ഇൻ വൺ ബിലോ ദി അതർ. എന്നിട്ട് എന്ത് ചെയ്യുക? ആ മാഗ്നറ്റിൻ്റെ താഴെ എന്ത് വെക്കുക? ജം ക്ലിപ്പ് വെക്കുക. ആസ് ഷോൺ ഇൻ ദി ഫിഗർ എബോത്ത്. മേലെ കാണിച്ചിട്ടുള്ള ആ ഫിഗറിൽ കാണുന്നത് പോലെ ആദ്യം മാഗ്നറ്റ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ജം ക്ലിപ്പ് അതിൻ്റെ മേലെ വെക്കുക. ട്രൈ ടു മേക്ക് എ ചെയിൻ. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ചെയിന് പോലെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഹൂ മെയ്ഡ് ദി ലോങ്ങസ്റ്റ് ചെയിൻ. ആരാണ് പിന്നെ ലോങ്ങസ്റ്റ് ചെയിൻ ഉണ്ടാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഒരു മാഗ്നറ്റ് എടുക്കുക, മാഗ്നറ്റിൻ്റെ താഴെയായിട്ട് ജം ക്ലിപ്പ് വെക്കുക, ജം ക്ലിപ്പിൻ്റെ താഴെയായിട്ട് പിന്ന് വെക്കുക, പിന്നിൻ്റെ താഴെയായിട്ട് നെയിൽ വെക്കുക. എന്നിട്ട് ആർക്കാണ് വലിയ ചെയിൻ കിട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഹൗ മെനി ജം ക്ലിപ്പ് ആർ ദർ ഇൻ ദി ചെയിൻ. എത്ര ജം ക്ലിപ്സ് ആണ് ആ ചെയിനിൽ നമുക്ക് വെക്കാൻ പറ്റുക? ദീസ് ഡിപ്പെൻഡ് ഓൺ ദി മാഗ്നറ്റിക് സ്ട്രെങ്ത്. എത്ര ചെയിൻ ക്ലിപ്പാണ് വെക്കാൻ പറ്റുക എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. യൂഷ്വലി 3 to 5 ക്ലിപ്പ് ക്യാൻ ഹാങ്. സാധാരണ നമുക്ക് 3 to 5 ക്ലിപ്പ് വരെയൊക്കെ ഹാങ് ചെയ്യാം. അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ. നല്ല സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറേ ക്ലിപ്പ് നമുക്കതിൽ അറ്റാച്ച് ചെയ്ത് പോകാം. അടുത്തത്, ഡോണ്ട് വി യൂഷ്വലി ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബീഡ്സ് ഇൻ എ ചെയിൻ. Similarly here, what if we use gem clips of different colors, pins and nails etc. Check who has made the most beautiful chain. അപ്പം നമ്മൾ ഇവിടെ പറയാണ്, ഒരു ചെയിനിൽ ഡിഫറെൻറ്റ് കൈൻഡിലുള്ള മുത്തുകൾ ഉണ്ടാവും അല്ലേ? അതുപോലെ നമ്മളിവിടെ പല നിറത്തിലുള്ള ക്ലിപ്സും ജം ക്ലിപ്സും പിൻസും നെയിൽസും ഒക്കെ എടുത്ത് നമ്മളോട് ഇങ്ങനെ ഉണ്ടാക്കാനാണ് പറയുന്നത്. എന്നിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെയിൻ ആരാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മളൊരു മാഗ്നറ്റ് എടുക്കുക, എന്നിട്ട് ഡിഫറെൻറ്റ് കളറിലുള്ള നെയിൽസും പിന്നും അതുപോലെ തന്നെ ജം ക്ലിപ്പും ഒക്കെ എടുത്തിട്ട് നമ്മളതിങ്ങനെ ഒരു ചെയിന് പോലെ ആക്കുക. മാഗ്നറ്റിൻ്റെ താഴെ ഇങ്ങനെ വെച്ചിട്ട് ചെയിന് പോലെ ആക്കുക. എന്നിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെയിൻ ആരാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അടുത്തത്, മാജിക് വിത്ത് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റ് വെച്ചിട്ടുള്ള മാജിക്കാണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഷോൾ വി പെർഫോം എ മാജിക് ഇൻ ക്ലാസ്. നമുക്കൊരു ക്ലാസ്സിൽ നിന്നൊരു മാജിക് അങ്ങോട്ട് കാണിച്ചാലോ? അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇനി പറയുന്നത്. എ പേപ്പർ വിത്ത് എ പിക്ചർ ഓഫ് ബട്ടർഫ്ലൈ. ഒരു ബട്ടർഫ്ലൈൻ്റെ പിക്ചറുള്ള ഒരു പേപ്പർ എടുക്കുക, സേഫ്റ്റി പിൻ എടുക്കുക, മാഗ്നറ്റ് എടുക്കുക, ചാർട്ട് പേപ്പർ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? കട്ട് ഔട്ട് ദി പിക്ചർ ഓഫ് ബട്ടർഫ്ലൈ. ആ ബട്ടർഫ്ലൈൻ്റെ പിക്ചർ ഇങ്ങനെ കട്ട് ഔട്ട് ചെയ്തെടുത്തിട്ട് എടുക്കുക. അറ്റാച്ച് എ സേഫ്റ്റി പിൻ ടു ബാക്ക് ഓഫ് ദി പിക്ചർ സോ ദാറ്റ് ഇറ്റ് റിമെയിൻ ഹിഡൻ. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു സേഫ്റ്റി പിന്ന് ആ പിക്ചറിൻ്റെ ബാക്കിൽ അറ്റാച്ച് ചെയ്യുക. മനസ്സിലായല്ലോ? എന്നിട്ട് എന്ത് ചെയ്യുക? പ്ലേസ് ഇറ്റ് ഓൺ എ ചാർട്ട് പേപ്പർ. എന്നിട്ട് ആ പിക്ചർ ചാർട്ട് പേപ്പറിൻ്റെ മേലെ വെക്കുക. ട്രൈ മൂവിങ് എ മാഗ്നറ്റ് ബിലോ ദി ചാർട്ട് പേപ്പർ. എന്നിട്ട് എന്ത് ചെയ്യുക? ചാർട്ട് പേപ്പറിൻ്റെ താഴെയായിട്ട് നമ്മളൊരു മാഗ്നറ്റ് വെക്കുക. ഡസ് ഇൻ ദി ബട്ടർഫ്ലൈ മൂവ് ആസ് യു മൂവ് ദി മാഗ്നറ്റ്. അപ്പം നിങ്ങൾ ഈ മാഗ്നറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ബട്ടർഫ്ലൈയും മൂവ് ചെയ്യും. വാട്ട് ഹാപ്പൻസ് ഇഫ് യു ടേക്ക് എവേ ദി മാഗ്നറ്റ്. ഇനി നിങ്ങൾ ആ മാഗ്നറ്റ് എടുത്ത് ഒഴിവാക്കിയാലോ? ട്രൈ ദിസ് വിത്ത് അതർ പിക്ചേഴ്സ്. മറ്റ് പിക്ചേഴ്സ് ഉപയോഗിച്ചിട്ടും ഇത് ട്രൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ മാഗ്നറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ബട്ടർഫ്ലൈ താഴെ പോകും. അപ്പം ഫസ്റ്റ് എന്താ പറഞ്ഞത്? നിങ്ങളൊരു ബട്ടർഫ്ലൈൻ്റെ പിക്ചർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ മെല്ലെ ഒരു പിന്ന് അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ബട്ടർഫ്ലൈനെ ഒരു ചാർട്ട് പേപ്പറിൽ വെക്കുക. എന്നിട്ട് ആ ചാർട്ട് പേപ്പറിൻ്റെ താഴെ മാഗ്നറ്റ് വെച്ചിട്ട് ഇങ്ങനെ വലിക്കുക. അപ്പോൾ ഈ പിന്നും മാഗ്നറ്റും തമ്മിൽ അട്രാക്റ്റ് ചെയ്യുന്നത് കാരണം ഈ ബട്ടർഫ്ലൈ ഇങ്ങനെ മൂവ് ചെയ്യും. ഇനി നമ്മൾ ആ താഴെ മാഗ്നറ്റ് എടുത്ത് ഒഴിവാക്കിയാലോ? ബട്ടർഫ്ലൈ താഴേക്ക് വീണ് പോവുകയും ചെയ്യും. ഇത് മനസ്സിലായല്ലോ?
ഓക്കെ, ഇനി അടുത്തത് ഹോൾഡ് ദി ചാർട്ട് പേപ്പർ വെർട്ടിക്കലി ആൻഡ് പെർഫോം ദീസ് മാജിക് ബിഫോർ യുവർ പാരൻസ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേപ്പർ ഇങ്ങനെ കുത്തനെ, ചാർട്ട് പേപ്പർ കുത്തനെ വെച്ചിട്ട് ഈ മാജിക്ക് നിങ്ങളുടെ പാരൻസിൻ്റെ മുന്നിൽ കാണിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്? അവരുടെ മുന്നിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മജീഷ്യനെ പോലെ നിങ്ങൾക്ക് ആവാം. അപ്പോൾ നിങ്ങൾ അവരുടെ മുന്നിൽ സ്റ്റാറായി മാറും ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് പെയിൻറ്റിങ് യൂസിങ് എ മാഗ്നറ്റ്. ഇനി മാഗ്നറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അതെങ്ങനെയാണ് നോക്കാം. ലെറ്റ്സ് ഡ്രോ എ പിക്ചർ യൂസിങ് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു പിക്ചർ വരക്കാം. വാട്ട് മെറ്റീരിയൽ വി നീഡ് ടു ഡ്രോ ദിസ് പിക്ചർ? എന്തൊക്കെയാണ് ഇത് വരക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. എ പേപ്പർ പ്ലേറ്റ്, ഒരു പേപ്പർ പ്ലേറ്റ് വേണം. അക്രൈലിക് പെയിൻറ്റോ ഫാബ്രിക് പെയിൻറ്റോ അല്ലെങ്കിൽ പോസ്റ്റർ കളറോ ഏതെങ്കിലും 3 കളേഴ്സ്, 3 or 4 കളേഴ്സ് എടുക്കുക. സ്മോൾ മെറ്റൽ ബോൾ, ബൈസിക്കിൾസിലൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ മെറ്റൽ ബോൾസോ അല്ലെങ്കിൽ ജം ക്ലിപ്പോ എടുക്കുക. പിന്നെ എന്ത് വേണം, ഒരു മാഗ്നറ്റും വേണം. അപ്പോൾ ഇത്രയും സാധനമാണ് അതിന് വേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക, ലെറ്റ് സ്റ്റാർട്ട് പെയിൻറ്റിങ്. നമുക്ക് എന്ത് ചെയ്യാം, പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ്? പുട്ട് സം ഡ്രോപ്പ് ഓഫ് ഡിഫറെൻറ്റ് കളർ പെയിൻറ്റ് അറ്റ് വേരിയസ് പാർട്ട് ഓഫ് ദി പ്ലേറ്റ്. ഈ പ്ലേറ്റിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പല കളറിൻ്റെയും ഡ്രോപ്പ്, തുള്ളികൾ ഉറ്റിക്കുക. പ്ലേസ് 4 or 5 സ്മോൾ മെറ്റൽ ബോൾ ഓൺ ദി പ്ലേറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക, 4 or 5 ചെറിയ മെറ്റൽ ബോൾ പ്ലേറ്റിൽ വെക്കുക. മൂവ് ദി മാഗ്നറ്റ് അണ്ടർനീത്ത് ദി പ്ലേറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പ്ലേറ്റിൻ്റെ താഴെ ഒരു മാഗ്നറ്റ് വെച്ചിട്ട് അതെന്ത് ചെയ്യുക, ഇങ്ങനെ മൂവ് ചെയ്യുക. വാട്ട് ഡു യു ഒബ്സർവ്? എന്താണ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക? അപ്പോൾ നമുക്ക് എന്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റും? ആ കളർ ഇങ്ങനെ സ്പ്രെഡ്, അതായത് ഈ മാഗ്നറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ബോൾ മൂവ് ചെയ്യും. ആ ബോൾ മൂവ് ചെയ്യുമ്പോൾ എന്താവും, ആ കളർ ഇങ്ങനെ സ്പ്രെഡ് ആവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളറാവും, അവിടെയും ഇവിടെയൊക്കെ കളറാവും. ഡോൺ ദി ബോൾസ് മൂവിങ് ഓവർ ദി പെയിൻറ്റ് ക്രിയേറ്റ് സം പാറ്റേൺസ്. അപ്പം ഈ ബോൾ ഇങ്ങനെ മാഗ്നറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ബോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ആ പെയിൻറ്റ് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തില്ലേ എന്നാണ് ചോദിക്കുന്നത്. ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഗിവ് ബോർഡേഴ്സ് ടു ദീസ് പിക്ചർ ആൻഡ് മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ. ഇനി എന്ത് ചെയ്യുക, ഈ പിക്ചേഴ്സിന് ബോർഡർ കൊടുത്തിട്ട് അത് നല്ല ഭംഗിയുള്ളതാക്കാം. എക്സ്ചേഞ്ച് ദീസ് എമംഗ് ഫ്രണ്ട്സ് ആൻഡ് അസസ് ദം. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഇത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുക. ഓക്കെ, അടുത്തത് വിൽ എ മാഗ്നറ്റ് അട്രാക്റ്റ് ഓൾ ഒബ്ജക്റ്റ്. ഇനി നമ്മൾ പറഞ്ഞു മാഗ്നറ്റിന് അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നമ്മളിപ്പോൾ ഈ പ്ലേറ്റിൽ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത സമയത്ത് ഈ മാഗ്നറ്റ് എന്ത് ചെയ്തു, ആ പ്ലേറ്റിലുള്ള ബോളിനെ അട്രാക്റ്റ് ചെയ്തു. അപ്പം ഈ ബോള് മാഗ്നറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ബോളും മൂവ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് അവിടെയുള്ള ആ ഒരു അട്രാക്ഷൻ കാരണമാണ് ആ ബോൾ മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു മാഗ്നറ്റ് എടുത്തിട്ട് അതിൽ കുറേ പിന്ന് ഇങ്ങനെ ചെയിന് പോലെ ആക്കി. അതെന്തുകൊണ്ടാണ്? മാഗ്നറ്റ് ആ പിന്നിനെ അട്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിലേ എന്താവുള്ളൂ, മാഗ്നറ്റിന് അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം ഇനി ചോദിക്കുകയാണ്, എല്ലാ ഒബ്ജക്റ്റിനെയും മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എല്ലാ സാധനത്തിനെയും മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യുമോ? അത് നോക്കാം. അത് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യണം. അതാണ് അടുത്ത ടോപ്പിക്ക്. ഒബ്ജക്ട്സ് അട്രാക്റ്റഡ് ആൻഡ് നോട്ട് അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റും, അതായത് ഒരു മാഗ്നറ്റിലേക്ക് അട്രാക്റ്റ് ആവുന്ന ഒബ്ജക്റ്റും ഒരു മാഗ്നറ്റിലേക്ക് അട്രാക്റ്റ് ആവാത്ത ഒബ്ജക്റ്റുമാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ട്രയൽ തന്നിട്ടുണ്ട് കുറച്ച് ഒബ്ജക്ട്സ്. ഇനി നിങ്ങൾ എഴുതണം ഏതൊക്കെയാണ് മാഗ്നറ്റിലേക്ക് അട്രാക്റ്റ് ആവുന്നതെന്നും ഏതൊക്കെയാണ് മാഗ്നറ്റിലേക്ക് അട്രാക്റ്റ് ആവാത്തതെന്നും നിങ്ങൾക്ക് ഇവിടെ എഴുതണം. അപ്പം ഏതൊക്കെയാണ് അട്രാക്റ്റ് ആവുന്നത്, ഈ ട്രയലുള്ള ഏതൊക്കെയാണ് അട്രാക്റ്റ് ആവുന്നത് നോക്കാം. നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? കോയിന് കാണാൻ പറ്റുന്നുണ്ട്, അതായത് ഒരു മെറ്റാലിക് പീസ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്ക്രൂ ഡ്രൈവർ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ജം ക്ലിപ്പ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അയൺ നെയിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കീ റിങ് അല്ലെങ്കിൽ മെറ്റൽ റിങ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വാഷർ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഒബ്ജക്റ്റ് ആണ്. അതായത് മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ അട്രാക്റ്റ് ആവുന്ന ഒബ്ജക്റ്റാണ് ഇപ്പോൾ ഇത്രയും പറഞ്ഞത്. ഇനി നോൺ മാഗ്നറ്റിക് ഒബ്ജക്റ്റ് ഏതൊക്കെയാണ് ഈ ട്രയലുള്ളത്? യെല്ലോ നോട്ട്ബുക്ക് ഉണ്ട്, ഗ്രീൻ ക്ലോത്ത് സ്പിന്നുണ്ട്, അതായത് പ്ലാസ്റ്റിക് പ്ലഗ് ഉണ്ട്. പിന്നെ ഓറഞ്ച് പ്ലാസ്റ്റിക് ഫിഷ് ഉണ്ട്, ഗ്രീൻ പ്ലാസ്റ്റിക് ബ്ലോക്ക് ഉണ്ട്, റബ്ബർ ബാൻഡ് ഉണ്ട്, വുഡ് സ്റ്റിക്ക് ഉണ്ട്, ചോക്ക് പീസ് ഉണ്ട്, ഗ്ലാസ് മാർബിൾ ഉണ്ട്, പ്ലാസ്റ്റിക് ബട്ടൺസ് ഉണ്ട്, സ്ക്രൂ ഡ്രൈവറിൻ്റെ ഹാൻഡിലുണ്ട്. ഇതൊക്കെ നോൺ
മാഗ്നറ്റിക് ഒബ്ജക്റ്റാണ്, അതായത് മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യാത്ത ഒബ്ജക്റ്റാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? എല്ലാ ഒബ്ജക്റ്റിനെയും മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യില്ല, ചില ഒബ്ജക്റ്റിനെ മാത്രമേ മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യുള്ളൂ. അപ്പം ഏതൊക്കെ ഒബ്ജക്റ്റിനെയാണ് മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യുക, ഏതൊക്കെ ഒബ്ജക്റ്റിനെയാണ് മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യാത്തത് എന്നൊക്കെ ഇനി നമുക്ക് നോക്കാം. വിച്ച് ഒബ്ജക്റ്റ് വേർ അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ് ആൻഡ് വിച്ച് ആർ നോട്ട്, ഏതൊക്കെയാണ് അട്രാക്റ്റ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് അട്രാക്റ്റ് ചെയ്യാത്തത് നോക്കാം. മാഗ്നറ്റുമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ അട്രാക്റ്റ് ആവാത്ത സബ്സ്റ്റൻസിനെയാണ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ ദോസ് ദാറ്റ് ആർ അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ അട്രാക്റ്റ് ആവുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അയേൺ, നിക്കൽ, കൊബാൾട്ട് എക്സെട്ര ആർ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അയേണും നിക്കലും കൊബാൾട്ടും എന്താണ്? മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ ദോസ് വിച്ച് ആർ നോട്ട് അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് അട്രാക്റ്റ് ആവില്ല, അങ്ങനത്തെ സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിളാണ് പേപ്പർ, പ്ലാസ്റ്റിക്, ഗോൾഡ്, വുഡ് എക്സെട്ര. പേപ്പറും പ്ലാസ്റ്റിക്, ഗോൾഡ്, വുഡ് ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിളാണ്. അടുത്തത് എക്സാമിൻ മോർ ഒബ്ജക്ട്സ് ആൻഡ് ക്ലാസിഫൈ ദം ആസ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആൻഡ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. കുറേ എക്സാമ്പിൾ എഴുതാനാണ് പറയുന്നത് മാഗ്നറ്റിക് സബ്സ്റ്റൻസിനും നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനും. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ഇവിടെ ഒന്ന് നമുക്ക് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് തന്നത് നെയിലാണ്, നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് തന്നത് ക്ലോത്ത് ആണ്. ഇനി ബാക്കി നമുക്ക് എന്തൊക്കെ എഴുതാം? മാഗ്നറ്റിക് ഒബ്ജക്റ്റ് ആയിട്ട് എന്തൊക്കെ എഴുതാം? സേഫ്റ്റി പിൻ എഴുതാം, അതുപോലെ തന്നെ റെഫ്രിജറേറ്ററിൻ്റെ ഡോർ എഴുതാം, പിന്നെ എന്ത് എഴുതാം? സ്റ്റീൽ ബോബി പിൻ എഴുതാം, പിന്നെ ഹാമർ എഴുതാം, അയേണിൻ്റെ കീ എഴുതാം, പിന്നെ പെഡ്ലോക്ക് എഴുതാം, സ്റ്റീലിൻ്റെ സ്ക്രൂ എഴുതാം. അതൊക്കെ നമുക്ക് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് എഴുതാം. ഇനി അടുത്തത് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് എന്തൊക്കെ എഴുതാം? ഗ്ലാസ് കപ്പ് എഴുതാം, വുഡൻ കട്ടിംഗ് ബോർഡ് എഴുതാം, അലൂമിനിയം ഫോയിൽ എഴുതാം, പിന്നെ പേപ്പർ നോട്ട്ബുക്ക്, വുഡൻ പെൻസില്, പ്ലാസ്റ്റിക് ഇറേസേഴ്സ്, വാക്സ് ക്രയോൺസ്, പിന്നെ കോട്ടൺ ഷർട്ട്, നിങ്ങൾ ഇടുന്ന ഷർട്ട് അതൊക്കെ മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അതിനൊക്കെ നമുക്ക് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് എഴുതാം. പിന്നെ നിങ്ങളെ ഷൂസ്, ലെതർ ഷൂസ് മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യുമോ? ഇല്ല. അടുത്തത് വൂളൻ സോക്സിന് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സിൽക്ക് റിബൺസ് അട്രാക്റ്റ് ആവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തിൽ എഴുതാം? നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ എഴുതാം.